നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിനു മുകളിലും കോടതിയുണ്ട്. നിന്നെ വിലങ്ങിട്ട് പൂട്ടി സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ ഞാനങ്ങ് സുപ്രീം കോടതി വരെ പോവും. നീ ചെല്ല് സുപ്രീം കോടതിയിലേക്ക്. നീ ഈ ഭൂമി കുലുക്കി നടന്ന് ഇവിടെ കാണിച്ചു കൂട്ടുന്ന എല്ലാ മഹാദ്രോഹങ്ങൾക്കും അങ്ങ് മുകളിലിരുന്ന ദൈവത്തിന്റെ കോടതി കാണുന്നുണ്ട്. ഒന്ന് വേഗം വിടോ, മണി 11 കഴിഞ്ഞു. കോടതി സമയാവുന്നു. ഈ കേസിലെ പ്രതി ജയറാം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. കാരണം മരണപ്പെട്ട മാധുരിയെ പ്രതിയായ ജയരാമൻ കൊലപ്പെടുത്തേണ്ടതായ ഒരു സാഹചര്യവും നിരത്തിയ തെളിവുകളിലോ സാക്ഷിമൊഴികളിലോ വ്യക്തമല്ല. പ്രധാന ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഫ്ലാറ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി തീരെ കുറവാണെന്നതിന് ഐ സ്പെഷ്യലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ജയരാമൻ മാധുരിയെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് താഴെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഈ കേസിലെ പ്രതിയായ ജയരാമൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. സർവേശ്വരന്മാരെ, സർവേശ്വരിമാരെ, നിങ്ങൾക്ക് നന്ദി. വളരെ സന്തോഷം. ഇതോടെ എല്ലാം കഴിഞ്ഞല്ലേ? എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇനി എന്തിനാ ടെൻഷൻ? ഒരു ടെൻഷനല്ല വക്കീലേ, ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് വിഷസ്. ദേവി. ജയേട്ടാ, സോറി. ഞാൻ എന്റെ സന്തോഷം കൊണ്ട്. സത്യം ജയിച്ചല്ലോ ജയേട്ടാ. ഒരു നിരപരാധിയെ ദൈവം ശിക്ഷിക്കില്ല. സന്മനസ്സുള്ളവരുടെ കൂടെ തന്നെയാ ദൈവം. എന്നാലും എന്തെല്ലാം അനുഭവിച്ചു ദേവി. എത്രയോ പഴി കേട്ടു. അതൊന്നും സാരല്ല ജേട്ടാ. ഭൂമിയില് രാവും പകലും മാറി മാറി വരുന്നില്ലേ? രാത്രിക്ക് ഒരു പകലുള്ള പോലെ എല്ലാ ദുഃഖങ്ങൾക്കും ഒരവസാനമുണ്ട്. ജേട്ടന്റെ കഷ്ടകാല രാത്രികൾ അവസാനിച്ചു. കഷ്ടകാലം കഴിഞ്ഞുള്ള സന്തോഷത്തിന് ഒരു സുഖമുണ്ട് ജേട്ടാ. നമുക്ക് പോവാം. വീട്ടിലെല്ലാവരും കാത്തിരിക്കുക. നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞോ? അയ്യോ ഇല്ല, ഞാൻ മറന്നു. എന്റെ സന്തോഷത്തില് ഞാനത് മറന്നുപോയി ജേട്ടാ. അമ്മേ, ഞാൻ കോടതിയില്ല. ശരി അമ്മ. ജേട്ടാ പോവാം. പോവാം. ഹലോ,
അങ്ങ് പോകാൻ വരട്ടെ. ഇത് കോടതി വളപ്പ. നിന്നെ ഇപ്പൊ വേണമെങ്കിൽ അകത്താക്കാം. റിട്ടയർഡ് ഭാര്യയും കൂട്ടി നീ അങ്ങ് പോവാണ്. ദേ മര്യാദയ്ക്ക് സംസാരിക്കടി. നീ എന്നോ ഇടാന്നൊക്കെ നീ നിന്റെ ഭർത്താവിനെ പോയി വിളിക്ക. ഒരു വിട്ടിയുണ്ടല്ലോ നിന്റെ കെട്ടിയവനായിട്ട്. ഇവനെ കല്യാണം കഴിച്ച് ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ഇതിവിടെ തീർന്നിട്ടുമില്ല. നിന്നെ പോലെ മീൻ മാർക്കറ്റ് സംസ്കാരമുള്ള സ്ത്രീകളോടൊന്നും സംസാരിക്കാനേ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഓ, ഒരു സംസ്കാര സമ്പന്നൻ. എന്റെ അനുജത്തിയെ മോഹിപ്പിച്ച് കൂടെ കൂട്ടി ഒടുവിൽ അവളെ മടുത്തപ്പോ കൊന്നുകളഞ്ഞ വിശുദ്ധിയുള്ളവൻ. നിന്റെ അനിയത്തി ഞാൻ കൊന്നു കളഞ്ഞെങ്കിൽ എന്നെ ഈ കോടതി വെറുതെ വിടുവോ? ചില കോടതി വിധികളിൽ അദർശനായി നിൽക്കുന്ന ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യമുണ്ട്. അതാ തെറ്റിദ്ധരിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ഞാൻ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വന്നത്. തൽക്കാലം നീ രക്ഷപ്പെട്ടെന്ന് കരുതി ആശ്വസിച്ചു. പക്ഷേ നിന്നെ എന്നേക്കുമായി ഞാൻ ജയിലിൽ അടയ്ക്കും. അതിനുള്ള കരുക്കൾ ഞാൻ ഒരുക്കുക. നീ കരുക്കൾ ഒരുക്കോ പകട് കളിക്കുക എന്താന്ന് വെച്ചാ ചെയ്യേ. അതിന് ഞാനെന്ത് വേണം? ഇതേ സെഷൻസ് കോടതി വിധിയ. ഇതിനു മുകളിലും കോടതിയുണ്ട്. നിന്നെ വിലങ്ങിട്ട് പൂട്ടി സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ ഞാനങ്ങ് സുപ്രീം കോടതി വരെ പോവും. നീ ചെല്ല് സുപ്രീം കോടതിയിലേക്ക്. നീ ഈ ഭൂമി കുലുക്കി നടന്ന് ഇവിടെ കാണിച്ചു കൂട്ടുന്ന എല്ലാ മഹാദ്രോഹങ്ങൾക്കും അങ്ങ് മുകളിലിരുന്ന ദൈവത്തിന്റെ കോടതി കാണുന്നുണ്ട്. എവിടെ കാശറിഞ്ഞ് നീ എന്ത് ചെയ്താലും ആ കോടതി നിന്നെ വെറുതെ വിടില്ല. ഇവനെ കോടതി താൽക്കാലികമായി വെറുതെ വിട്ടതുകൊണ്ടാണോടി നിന്റെ നാവ് ഇത്രയും ഉയരുന്നത്? അല്ലടി ഇന്ദ്രജൻ, സഹി കെട്ടതുകൊണ്ട്, പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്തതുകൊണ്ട്, നിന്നെ പോലെ ഒരു ക്രിമികേടത്തോട് തോൽക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട്. മതിയടി പ്രസംഗിച്ചത്. ദേ, ഇവനെയും കെട്ടി ഇനിയുള്ള കാലം നിനക്ക് സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട. നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി വന്ന കൊടുവാളെടുത്ത് ഞാൻ കൊടും കാളിയായി കൊല വിളിക്കും. ഒരാളെയും കൊല്ലാതെ കൊലപാതകയായവനാ ഞാൻ. പക്ഷേ നീ എന്റെ കയ്യിൽ നിന്ന് ഒരു പടുമരണം വാങ്ങിച്ച് കിട്ടുമെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ഇനിയും എന്നെയോ ദേവിയെയോ ചെമ്പക മഠത്തിലുള്ള ഒരാളെയോ ഉപദ്രവിക്കാനായിട്ട് നീ വന്നാൽ നിന്നെ തല്ലിക്കൊന്ന് കൊടുങ്കാട്ടി കൊണ്ടുപോയി പഞ്ചസാരയിട്ട് കത്തിച്ചു കളയും ഞാൻ. ചേട്ടാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.